ജീവിച്ചിരിപ്പുള്ള ഭാര്യയെ ഉപേക്ഷിച്ച ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹം ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഒട്ടും യോഗ്യനല്ല. അതുകൊണ്ട് ഒറിജിനൽ അയോധ്യയിൽ പോയിട്ട് 22-ാം തീയതി പങ്കെടുക്കേണ്ട ഒരു കാര്യമില്ല. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിൻ്റെ നിലപാടെന്ന് കെ മുരളീധരൻ MP. ഇക്കാര്യം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കണമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു നിലപാടും ഇതുവരെ എടുത്തിട്ടില്ല. ജനുവരി 22-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സമയം ഇനിയുമുണ്ട്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി കൂടിയാണ്. പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിക്കുള്ളിലും വിഷയം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുമെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ സീതയുടെ ഒരു പ്രതിമയുണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാഗം നടത്തിയത്. ജീവിച്ചിരിപ്പുള്ള ഭാര്യയെ ഉപേക്ഷിച്ച ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹം ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഒട്ടും യോഗ്യനല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതിൽ പങ്കെടുക്കേണ്ടത് തന്നെയാണ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ നിലപാട്. അഖിലേന്ത്യാ നിലപാട് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം അഖിലേന്ത്യാ നേതൃത്വം കൈക്കൊള്ളും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി CPI കാണിക്കുന്ന പോലെ കോൺഗ്രസ്സിന് കാണിക്കാൻ വയ്യ. കാരണം അത് രണ്ടും വിശ്വാസമില്ലാത്തവരുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാ വിഭാഗക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് യോജിച്ച തീരുമാനം പാർട്ടി എടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പിന്നെ ജനുവരി 22-ാം തീയതി വരെയാണ്. 22-ാം തീയതിയാണ്. ഇപ്പോഴേ ചാടിക്കയറി തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ മുന്നണി കാര്യങ്ങൾ ഒരുമിച്ച് നിർത്തണ്ടേ. ചില പങ്കെടുക്കുന്നുണ്ട്, ചില പങ്കെടുക്കുന്നുണ്ട്. ഈ ചാടിക്കയറി തീരുമാനം എടുക്കേണ്ട എന്ന് പറയുമ്പോൾ പോലും രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള അവസരം നൽകിയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത്? ഉടനൊരു പ്രഖ്യാപനം, ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ അങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങളല്ല അതൊക്കെ. ഇത് മതപരമായിട്ടുള്ള വിഷയം കൂടിയുണ്ട്. അതും കൂടെ കണ്ടു വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ നിന്ന് 2 മന്ത്രിമാരെ പുറത്താക്കിയല്ലോ. 2 പേര് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ. അപ്പോൾ ആർക്കൊരു പരാതിയില്ലല്ലോ. ഇതെല്ലാം കോൺഗ്രസ് മാത്രം അങ്ങ് നന്നാവണമെന്ന് പറയുമല്ല. ഞങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു, മാനിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടീനെ ഇതിൽ അഭിനന്ദിക്കുമ്പോൾ അതും ക്രിസ്മസിൻ്റെ തലേന്നാണ് ഒരു ലത്തീൻ കത്തോലിക്കനായിട്ടുള്ള ഏക പ്രതിനിധിയെ ക്യാബിനറ്റിന് നോക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ പാർട്ടിക്ക് ഞങ്ങൾ 5 കൊല്ലം മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ. കടന്നപ്പള്ളിക്ക് കഴിഞ്ഞാൽ കൊടുത്തല്ലോ 5 കൊല്ലം മന്ത്രിസ്ഥാനം. അപ്പോൾ CPM ഈ മൃദു ഹിന്ദുത്വം പോലെ തന്നെ അപകടമാണ് മൃദു മാർക്സിസവും. ഞങ്ങൾ രണ്ടിനെ എതിർക്കുന്ന കൂട്ടരാണ്. ഹിന്ദുത്വത്തിൽ മൃദുവും ഹാർഡൊന്നുമില്ല. ശരിക്കുള്ള ഹിന്ദുമത വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ശ്രീരാമനുള്ള എല്ലാ പ്രദേശങ്ങളും അയോധ്യയാണ്. അപ്പോൾ നമുക്കും കേരളത്തിൽ ഒരുപാട് അയോധ്യകളുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ അയോധ്യയിൽ പോയിട്ട് 22-ാം തീയതി പങ്കെടുക്കേണ്ട ഒരു കാര്യമില്ല. ഈ സമസ്ത പറയുന്നത് ഈ നിലപാട് തന്നെയാണ് മധ്യപ്രദേശിലൊക്കെ തിരിച്ചടിയായത്. കാരണം ഒരു മൃദു ഹിന്ദുത്വത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. ഈ മതപരമായ വാഗ്ദാനങ്ങളൊക്കെ നൽകി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തു. അതിൽ നിന്ന് ഇനിയെങ്കിലും പാഠം ഉൾക്കൊള്ളുമോ എന്നാണ് അവർ എഡിറ്റോറിയൽ ചോദിച്ചത്. പരാജയത്തിൻ്റെ പാഠങ്ങൾ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പരാജയത്തിൻ്റെ കാരണങ്ങൾ ഇതൊന്നുമല്ല. കാരണം പരാജയത്തിൻ്റെ കാരണങ്ങൾ പറയുന്ന മധ്യപ്രദേശിൽ ഓവർ കോൺഫിഡൻസ്, രാജസ്ഥാനിൽ തമ്മിലടി, അതൊക്കെ കാരണമാണ് തോറ്റുപോയത്. അതേസമയത്ത് തെലങ്കാന ജയിച്ചല്ലോ. അതൊരു ഹിന്ദുത്വത്തിൻ്റെ പേരിലല്ലോ. ഞാനവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചെയർമാനായിരുന്നതാണ്. പിന്നെ UPയിലെ ഏറ്റവും കൂടുതൽ MP മാരുണ്ടാവണ്ട. UP കിട്ടിയാലേ ഇന്ത്യ ഭരിക്കാൻ പറ്റൂ. ആ UPയിൽ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. അവർ പോവാണ്. അപ്പം നമ്മളെല്ലാം നോക്കിയിട്ട് വേണ്ട ഒരു തീരുമാനം എടുക്കാൻ. അല്ലാതെ CPM എന്ന് പറഞ്ഞാൽ കിണറ്റിലെ തവളയാണ്. അവർ കേരളം മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമല്ല, അതൊരു ഭൗതിക വിശ്വാസികളുടെ പാർട്ടിയാണ്, ദൈവവിശ്വാസികളുടെ പാർട്ടിയല്ല. അതുപോലെ കോൺഗ്രസിന് എടുക്കാൻ പറ്റും. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. വിശ്വാസികളായിട്ടുള്ള എന്നെ പോലുള്ളവരുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട് പാർട്ടിക്ക്. അത് ഞങ്ങൾക്ക് ഉപദേശം നൽകേണ്ട ആവശ്യമില്ല. ഈ ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്ക നേരിടുന്ന സാഹചര്യത്തിൽ ഇപ്പം ബാബരി അവിടെ തന്നെയുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന പ്ലാനുകളൊന്നും തന്നെ പാസ്സാവുന്നില്ല. ഇത്തരത്തിൽ വലിയ ആശങ്ക കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ വേറെ തലത്തിലൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇത്തരമൊരു നിലപാടെടുക്കുന്നത് എത്രമാത്രം? അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞത്. സാധാരണ ക്ഷേത്രത്തിൻ്റെ ചടങ്ങിനൊക്കെ വിളിച്ചാൽ പാർട്ടി പങ്കെടുക്കുന്നതിൽ തകരാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു സ്ട്രക്ചർ ഇല്ലായ്മ ചെയ്ത് അവിടെ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലല്ലോ. പിന്നെ ഇത് ഈ വിധിച്ചത് ഞങ്ങളല്ല.
ഞങ്ങളന്ന് പറഞ്ഞത് സെറ്റിൽമെൻറ്റ് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇനി കുഴപ്പമില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞത് സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പരിസരത്ത് അമ്പലം പണിയാന്നാണ് പറഞ്ഞത്. അല്ല, കോടതി പറഞ്ഞ പള്ളിയുടെ പ്ലാന് ഇപ്പോഴും അനുമതി കിട്ടിയിട്ടില്ല. അതൊക്കെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർ രാഷ്ട്രീയം കളിക്കുകയാണ് BJP. അതുകൊണ്ട് അവരുടെ കുഴിയിൽ ചാടണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ കോൺഗ്രസ് കുഴിയിൽ ചാടിയല്ലേ? കുഴിയിൽ ചാടിയിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്ന പോലെ തീരുമാനം എടുക്കാൻ വേണോ ഹൈക്കമാൻഡുള്ളത്? എല്ലാ കാര്യങ്ങളും ആലോചിക്കണം. ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഏതായാലും കെണിയിൽ വീഴാൻ പോകുന്നില്ല. പക്ഷേ ഇത്ര ദിവസത്തിനകം തീരുമാനം എടുത്ത് അറിയിക്കണമെന്ന് ആർക്കും പറയാനുള്ള അവകാശമില്ല. ഞങ്ങൾ എടുക്കും തീരുമാനം. ഞങ്ങൾ എല്ലാവരും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തീരുമാനം എടുക്കും.